ഹലോ, ഞാൻ സുരേഷ് KS. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ഫ്ലോർ പ്ലാൻ മേക്കിംഗ് ഓഫ് ക്യാബിൻ എന്നതിൻ്റെ പാർട്ട് 4 ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 3 ആണ് നമ്മൾ കഴിഞ്ഞ തവണ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ പാർട്ട് 4 ആണ്. പാർട്ട് 3യിൽ നമ്മൾ വിൻഡോസ് സ്റ്റെപ്സ്, ക്രിയേറ്റിംഗ് ആൻഡ് റീനെയിമിംഗ് ഓഫ് ലേയേഴ്സ്, ബ്ലോക്ക് ക്രിയേഷൻ, ഇൻസെർട്ടിംഗ് ബ്ലോക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിയേറ്റിംഗ് ആൻഡ് റീനെയിമിംഗ് ലേയേഴ്സ് അത് മുഴുവനായിട്ടില്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ കൂടിയുണ്ട് ഇപ്പോൾ ഈ പാർട്ട് 4ൽ. കൂടാതെ നമ്മൾ റൂഫ് പ്ലാൻ കൂടി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്യാബിൻ്റെ റൂഫ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി നമുക്ക് ഈ ലേയേഴ്സ് മുതൽ തുടങ്ങാം. ലേയേഴ്സിലെ നമ്മൾ ആകെ ഇപ്പോൾ ഡോർ, റൂഫ്, സ്റ്റെപ്സ്, വാൾ ഇത്രയും ലേയേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് 2 ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ലേയേഴ്സിൻ്റെ ഈ ലെയർ പ്രോപ്പർട്ടീസ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ എടുക്കാം. 2 ലേയേഴ്സും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇനി ലെയർ പ്രോപ്പർട്ടീസ് ഇങ്ങനെ എടുത്തില്ലെങ്കിൽ നമുക്ക് ഷോർട്ട്കട്ടിൽ എടുക്കാൻ പറ്റും. LA എന്ന് അടിച്ചാൽ മതിയാവും. LA എൻ്റർ. ഇപ്പം ലെയർ പ്രോപ്പർട്ടീസ് കിട്ടും. നമുക്ക് ഇനി ഒരു ന്യൂ ലെയർ എടുക്കാം. അതിന് വിൻഡോ എന്ന് പേര് കൊടുക്കാം. വിൻഡോ. ഇനി അതിൻ്റെ കളർ നമുക്ക് 30 കൊടുത്താൽ മതിയാവും. 30. ഇവിടെ നമുക്ക് 30 കളർ കൊടുക്കാം. ഒരു 30 എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അത് കൊടുക്കാം. ഈ കളറാണ്, അത് 30 കൊടുക്കാം. ഇനി ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യണം. അടുത്ത ലെയർ. ഈ ലെയർ നമുക്ക് ഫിക്സ്റ്റേഴ്സിനുള്ളതാണ്. ഫിക്സ്റ്റേഴ്സ് ഫിക്സ്റ്റേഴ്സ്. ഇതിന് നമുക്കൊരു മജന്ത കളർ കൊടുക്കാം. കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മജന്ത കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ അടിക്കാം. ഇപ്പം നമ്മൾ എല്ലാ ലേയേഴ്സും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അതിനു മുമ്പ് നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ഈ ബ്ലോക്കുകൾ, അതായത് ഈ വിൻഡോസ് ബ്ലോക്കുകളെല്ലാം ഔട്ട്സൈഡ് വാളിൻ്റെ വിൻഡോസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇൻസൈഡ് ആയിട്ടുള്ള ഒരു വാളുണ്ട്, അതിൻ്റെ വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. അത് ഇൻസെർട്ട് ചെയ്യാം. ആ ഇൻസെർട്ടിൻ്റെ ഷോർട്ട്കട്ട് I ആണ്. I എൻ്റർ. ഇൻസെർട്ട് ബ്ലോക്ക് വന്നു. നമ്മൾ നേരത്തെ ഇൻസെർട്ട് ചെയ്തിരുന്നത് വിൻഡോ 1 ആണ്, അതായത് ഈ ഔട്ട്സൈഡ് വാളിലുള്ള വിൻഡോസ് ആണ്. നമുക്കിത് ഇന്നർ വിൻഡോ ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ഒരെണ്ണം ഇന്നർ വിൻഡോ. ഇത് ഇന്നർ വിൻഡോ 1. ഇത് നമുക്ക് ഒരു 4 യൂണിറ്റ് ഉള്ളത് ക്രിയേറ്റ് ചെയ്യാം. എക്സ് ഫാക്ടർ 4, അത് 4 അടി. 4 എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ അടിക്കാം. Y അങ്ങനെ തന്നെ എടുക്കാം, അതുപോലെ എല്ലാം തന്നെ ഓക്കെ അടിക്കാം. ഇപ്പം 4 യൂണിറ്റിൻ്റെ 4 അടിയുടെ ഒരു വിൻഡോ നമ്മുടെ ഈ കഴ്സറിലുണ്ട്. നമുക്കിത് ഇവിടെ ഈ മിഡ് പോയിന്റിൽ വയ്ക്കാം. 0യിൽ തന്നെ എന്നാൽ മതി. നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ അറിയാം, 0യിൽ തന്നെ മതിയാവും. എൻ്റർ അടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളവിടെ അത് ക്രിയേറ്റ് ചെയ്ത് ശരിയാക്കി കഴിഞ്ഞു. എപ്പോഴും നമ്മൾ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്തിരിക്കണം. പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വിൻഡോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ അറിയാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ലേയേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തു, വിൻഡോസ് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലേയേഴ്സിനെ നമുക്ക് അതിൻ്റെ
എല്ലാം അസൈൻ ചെയ്യുക. ലേയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഈ ഒബ്ജക്റ്റുകളെല്ലാം ഓരോ ലേയേഴ്സിലാക്കാൻ പറ്റും. ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകളെല്ലാം ഓരോരോ ലേയേഴ്സിൽ ആക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ ഈ ലേയേഴ്സ് ഇത് നമ്മൾ ലേയേഴ്സ് ആക്കാം. ഡോർസിൻ്റെ ലേയേഴ്സിൽ അങ്ങ് ഈ ഡോറുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡോറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒബ്ജക്റ്റുകൾ ഡോറുകൾ മുഴുവൻ ലേയേഴ്സ് ഈ ലേയേഴ്സ് ആക്കി കളഞ്ഞു. ഡോറിൻ്റെ ലേയേഴ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് നമുക്കിനി വിൻഡോസ് ലെയർ ആക്കാം. അപ്പോൾ വിൻഡോസ് ആദ്യം സെലക്ട് ചെയ്യുക. എല്ലാ വിൻഡോസും സെലക്ട് ചെയ്യുക. ഇങ്ങനെ എല്ലാ വിൻഡോസും നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാ വിൻഡോസും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലെയർ പാനലിൽ ചെന്ന് ലെയറിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വിൻഡോസ് സെലക്ട് ചെയ്താൽ മതി. വിൻഡോസ് ലെയർ സെലക്ട് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വിൻഡോസ് ലെയറിലായി. നമ്മൾ ഈ വിൻഡോ വരച്ചതെല്ലാം ഒരു ലെയറിലായി. വിൻഡോ എന്ന് പറയുന്ന ലെയറിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫിക്സ്ചേഴ്സ് നമുക്ക് ലെയർ ആക്കാം. ഫിക്സ്ചേഴ്സ് ഇതാണ് ഫിക്സ്ചേഴ്സ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് സെലക്ട് ചെയ്താൽ ഇനി നോക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും സെലക്ഷൻ വന്നിട്ടുണ്ടോ നോക്കാം. മറ്റുള്ള എന്തെങ്കിലും സെലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ടോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെലക്ഷൻ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ സെലക്ഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ് വിൻഡോസ്. ഇനി ഇത് നമുക്ക് ഫിക്സ്ചേഴ്സിലേക്ക് പോകാം. ഫിക്സ്ചേഴ്സ് ലെയറിലേക്ക് പോകാം. ഈ ഫിക്സ്ചേഴ്സ് ലെയർ സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഫിക്സ്ചേഴ്സിൻ്റെ ലെയറിലായി. ഇനി ഇപ്പുറത്ത് ഫിക്സ്ചേഴ്സിൻ്റെ ബാക്കി ഭാഗം, അതായത് ഈ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത്, ഈ ഭാഗത്ത് ബാത്റൂമിൻ്റെ ഭാഗത്തും ഫിക്സ്ചേഴ്സിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇനി ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഇപ്പം എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഈ ബാത്റൂമിൻ്റെ ഭാഗമല്ലാത്തത് കൂടി സെലക്ഷൻ ആയിട്ടുണ്ട്. നമുക്കത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു മൈനസ് ചിഹ്നം വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒഴിവായി. ഇനി ഈ ലൈനും ഈ വാൾ ലൈനും നമുക്ക് ഇങ്ങനെ അത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ടോയ്ലറ്റിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും ക്ലിക്ക് ചെയ്ത് ഈ ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒഴിവായി. ഇനി ഈ വിൻഡോ കൂടി അതിനകത്ത് സെലക്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാം. അതും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതും ഒഴിവായി. അപ്പോൾ ഇതെല്ലാം കൃത്യമായി. ഇനി അത് നമുക്ക് ഫിക്സ്ചേഴ്സ് ലെയറിലാക്കാം. ഇപ്പോൾ അതും ഫിക്സ്ചേഴ്സ് ലെയറിലായി. ഇപ്പോൾ നമ്മൾ ഫിക്സ്ചേഴ്സ് ലെയർ ശരിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ്, ഈ സ്റ്റെപ്സും അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമുക്കിനി ലെയർ ആക്കാനുള്ളത്. അപ്പോൾ സ്റ്റെപ്സ് ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇനി ഇപ്പോഴത്തെ സ്റ്റെപ്സും സെലക്ട് ചെയ്യാം. സ്റ്റെപ്സ് മാത്രമല്ല, ഈ ത്രെഷോൾഡ്സ്, ഉമ്മറപ്പടി, അതും സെലക്ട് ചെയ്യുക.
ഇതാണ് ത്രെഷോൾഡ്സ്, അതായത് ഉമ്മറപ്പടി. ഇതും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പുറം ഇപ്പുറമുള്ള ഉമ്മറപ്പടികൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതെല്ലാം കൂടി സ്റ്റെപ്സിൻ്റെ ലെയറിലാക്കാം. ഇപ്പം നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതെല്ലാം സ്റ്റെപ്സ് എന്നുള്ള ലെയറിലാക്കാം. ഇപ്പം സ്റ്റെപ്സ് എന്നുള്ള ലെയറിലായി കഴിഞ്ഞു അതെല്ലാം. ഇനി നമുക്കിപ്പോൾ നമ്മൾ എല്ലാ ലെയറും ഒരുവിധം ശരിയാക്കി കഴിഞ്ഞു. ഡോർ, വിൻഡോസ്, സ്റ്റെപ്സ്, ഫിക്ചേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ലെയറും നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇപ്പോൾ ശരിയാക്കാനുള്ളത് ഈ വോൾ ലെയറാണ്. വോളിൻ്റെ ലെയർ നമ്മൾ ലെയർ ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്കത് ലെയർ ആക്കാൻ വേറെ എളുപ്പവഴിയുണ്ട്. അതുകൊണ്ട് അതിലൂടെ നമുക്ക് ലെയറിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഓഫ് ചെയ്യണം. ഈ ലെയേഴ്സ് ഓഫ് ചെയ്യാം. ഇതിൽ വാൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് സീറോ ലെയർ ഒരിക്കലും ഓഫ് ചെയ്യാൻ പറ്റില്ല, ഓഫ് ചെയ്യണ്ട. സീറോ ലെയർ നമുക്ക് ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ലെയർ വാൾ ഒഴിച്ചുള്ള ലെയർ മുഴുവൻ ഓഫ് ചെയ്യും. ഓഫ് ചെയ്യുന്നത് ഈ ബൾബ് ചിഹ്നത്തിലാണ്. ടേൺ ഓഫ് ലെയർ ഓർ ഓഫ്, ഓൺ ഓർ ഓഫ് എന്നാണ്. ടേൺ എ ലെയർ ഓൺ ഓർ ഓഫ് എന്നുള്ള ഇതിൽ ഓഫ് ആകും. ക്ലിക്ക് ചെയ്യുക. ഡോറ്, പിക്ചേഴ്സ്, റൂഫ്, സ്റ്റെപ്സ്, വാൾ ഒഴിച്ച് ബാക്കിയെല്ലാം, വിൻഡോസ്, ഇതെല്ലാം ഓഫ് ചെയ്യുക. ഇപ്പോൾ ബാക്കി നമ്മളുടെ വാൾ മാത്രമായി തീർന്നു. അതെല്ലാം മറ്റുള്ളതെല്ലാം ഓഫായി. ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഹൈഡ് ചെയ്യപ്പെടും. ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വാളിൻ്റെ ലെയറിലേക്ക് ആക്കാം. ഈ ഡ്രോയിങ് അതിന് നമ്മൾ ഫുൾ സെലക്ട് ചെയ്യരുത്. ശേഷം ബോൾ ലെയർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ഇപ്പോൾ ബോൾ ലെയറിലേക്ക് അത് ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ ലെയറും ഓൺ ആക്കാം. ഓഫാക്കിയ എല്ലാ ലെയറും ഓൺ ആക്കാം. ഇതാ നോക്കാം. ഡോർസ് ഓണാക്കി, പിക്ചേഴ്സ് ഓൺ ആക്കുന്നു. റൂഫ് ഇപ്പം നമ്മൾ ചെയ്തിട്ടില്ല, അത് പിന്നീട് ചെയ്യാം. പിന്നെ സ്റ്റെപ്സ് ഓണാക്കി, വാൾ ഓണാണ്, വിൻഡോസും ഓണാക്കി. ഇപ്പം എല്ലാ ലെയറും നമ്മൾ ഓണാക്കി. ഇപ്പം ഈ ലെയർ മുഴുവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റൂഫാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റൂഫ്. അപ്പോൾ റൂഫിൻ്റെ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മേൽക്കൂരയുള്ളൊരു റൂഫാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ടുള്ള അതിന് സാധാരണ ഒരു മേൽക്കൂരയുള്ള അതിന് ഈ ഇറ എന്ന് പറയുന്ന ഔട്ട്സൈഡ് ഭാഗത്ത് ഇറ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവും. പിന്നെ 4 ഹിപ്പ് ലൈൻസ് ഉണ്ടാവും. ഇങ്ങനെ 4 ഹിപ്പ് ലൈൻസ് ഉണ്ടാവും. പിന്നെ നടുക്കൊരു റിഡ്ജ് ലൈൻ ഉണ്ടാവും. അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ റൂഫ് ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കാം. റൂഫ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നാം ചെയ്യുന്നത് ഈ വാളിൻ്റെ ഔട്ട്സൈഡ് ഈ ലൈനുകൾ ഓഫ്സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അത് നമ്മൾ 1.5 അടി ഓഫ്സെറ്റ് ചെയ്യുക. 1.5 അടി. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക, അല്ലെങ്കിൽ എൻ്റർ 1.5 അടി. എൻ്റർ 1.5 അടി ഓഫ്സെറ്റ് ചെയ്യുക. 4 ഭാഗത്തും ഓഫ്സെറ്റ് ചെയ്യണം. ഇത് ഇങ്ങോട്ട് 1.5 അടി ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഈ ഭാഗം, ഇനി ഇത് വേണ്ട, ഒരു ലൈൻ മാത്രം ഓഫ്സെറ്റ് ചെയ്താൽ മതിയാവും. ഇത് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഈ ലൈൻ ഇങ്ങോട്ടും ഓഫ്സെറ്റ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യുക. ഇനി നമ്മൾ അത് ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് കൊടുക്കുക. ഫില്ലറ്റിൻ്റെ കമാൻഡ് തന്നെ ഫില്ലറ്റ്.
ഫില്ലറ്റ് കമാൻഡ് എടുക്കാം. ഫില്ലറ്റിന്റെ ഷോർട്ട് കട്ട് എഫ് ആണ്. എഫ് എന്റർ. ഇനി നമുക്ക് നേരത്തെ ഫില്ലറ്റ് ചെയ്തിട്ടുള്ള റേഡിയസ് കിടപ്പുണ്ടാവും. ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം, ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഈ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഡിയസോട് ഫില്ലറ്റ് ചെയ്യുക. അപ്പൊ റേഡിയസ് നമുക്ക് ഒഴിവാക്കണം. ഇപ്പൊ നോക്കുക, ഇപ്പൊ നേരിയൊരു റേഡിയസ് ഉണ്ട് ഇവിടെ ഉണ്ടോ, ആ റേഡിയസ് നമുക്ക് ഒഴിവാക്കണം. അപ്പൊ ഈ എസ്കേപ്പ് ചെയ്യുക, നമുക്ക് കൺട്രോൾ സെറ്റ് അടിച്ച് അത് മാറ്റാം. ഇനി ഫില്ലറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ റേഡിയസ് കളയണം. അപ്പൊ ഫില്ലറ്റ് എന്റർ, റേഡിയസ് എടുക്കുക, ആർ എന്റർ, റേഡിയസ് 0 ആക്കണം, 0 എന്റർ. ഇപ്പൊ റേഡിയസ് 0 ആയിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ ഫില്ലറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് ഫില്ലറ്റ് ചെയ്യണം. അതിന് നമ്മൾ മൾട്ടിപ്പിൾ കൊടുക്കുക. മൾട്ടിപ്പിളിന്റെ ഷോർട്ട് കട്ട് എം ആണ്, എം എന്റർ. ഇനി നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഇല്ലാതെ എല്ലായിടത്തും ഫില്ലറ്റ് ചെയ്യാം. എല്ലായിടത്തും നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മള് റിഡ്ജ് ഈവ്സ് ആണ് ഉണ്ടാക്കിയത്. ഈവ്സ് എന്ന് പറഞ്ഞാൽ ഈ എറ, ഈ ഒരു വീടിന്റെ എറ എന്ന് പറയും മലയാളത്തിൽ. എറ ഭാഗമാണ് ഉണ്ടായിരിക്കുന്നത്, ഈവ്സ്, അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ഈവ്സ് ശരിക്കും നമ്മള് ഇപ്പോ ഈ വാളിന്റെ ലൈൻ എടുത്തു കഴിഞ്ഞിട്ട് ഓഫ്സെറ്റ് ചെയ്തതിന്റെ പേരിൽ വാളിന്റെ അതേ കളറുകളാണ് വന്നേക്കണം. ശരിക്കും ഇതിന്റെ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ റൂഫിന്റെ കളറാണ് വരേണ്ടത്. പക്ഷെ അത് വാളിന്റെ കളറാണ് വന്നിരിക്കുന്നത്. അത് റൂഫിന്റെ കളർ ആകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൂഫ് ആക്കണം. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ റൂഫിന്റെ നമ്മൾ ഒന്നുകൂടി നമുക്ക് റൂഫ് ലെയർ പ്രോപ്പർട്ടി എടുക്കാം, LA എന്റർ. ഇതിലെ റൂഫ് നോക്കാം. റൂഫിൽ ഇതിന്റെ കണ്ടിന്യൂസ് ലൈൻ ടൈപ്പ് കണ്ടിന്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കത് മാറ്റണം. അത് മാറ്റാനായിട്ട് നമുക്ക് ഒരു ലൈൻ ടൈപ്പ് ഇങ്ങനെ ആക്കണം. അതായത് ഈ സെന്റർ എന്ന് പറയുന്ന ഒരു ലൈൻ ടൈപ്പ് ആക്കണം. സെന്റർ, അപ്പൊ സെന്ററിന് C അടിക്കുക. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സെലക്ട് ലൈൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്യുക, ലോഡ്. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ടൈപ്പ് ഒരെണ്ണം വരും. അതിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് C അടിക്കുക. സെന്റർ ആണ് ഉദ്ദേശിക്കുന്നത്. C അടിച്ച സെന്റർ എന്നുള്ളത് കിട്ടി. ഇതിൽ തന്നെ ഡാഷ്ഡ് കിട്ടുന്നു. ഈ ഡാഷ്ഡ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഓക്കെ അടിക്കുക. ഇനി ഓക്കെ അടിക്കുക. ഇനി നമുക്ക് ഈ റൂഫിന്റെ ഇത് ഡാഷ്ഡ് ആക്കാം. ഓക്കെ അടിക്കാം. ഇപ്പൊ ഡാഷ്ഡായി, റൂഫ് ഡാഷ്ഡായി. ഇനി ക്ലോസ് ചെയ്യാം. ഇപ്പൊ ആ റൂഫിന്റെ ലൈൻ ഡാഷ്ഡായി തീർന്നു. റൂഫിന്റെ ഈ ലൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് റൂഫിന്റെ ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാം. ഈ ഭാഗം എന്ന് പറയുന്നത് ഹിപ്പ് ലൈൻസ് എന്ന് പറയും. ഇങ്ങോട്ടുള്ള ഈ കോർണറിൽ നിന്ന് വരുന്ന ഹിപ്പ് ലൈൻസ്. പിന്നെ അതിന്റെ നടുക്ക് ഒരു ലൈൻ ഉണ്ടാവും. അതാണ് ശരിക്കും റിഡ്ജ് ലൈൻ, വരമ്പ് എന്നൊക്കെ പറയും നമ്മൾ, വരമ്പ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് റിഡ്ജ് ലൈൻ 4 ഭാഗത്തേക്കും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ലൈൻ കമാൻഡ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ 40, ശരിക്കും ഇത് നമുക്ക് ഒരു 15 അടിയിലേക്ക് ആക്കിയിട്ട് 15 അടി. എന്നിട്ട് ടാബ് അമർത്തുക. അത് ടാബ് അമർത്തുന്നതെന്ന് വെച്ചിട്ട് ആംഗിൾ കിട്ടാനായിട്ട് ടാബ് അമർത്തി കഴിഞ്ഞിട്ട് 45 അമർത്തി കഴിഞ്ഞാൽ 45 ഡിഗ്രിയിലുള്ള ഒരു ലൈൻ കിട്ടി. ടാബ് അമർത്തി കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 0-യിലാണ് നിൽക്കുന്നത്. നമ്മളിത് നേരെ
റൂഫിലേക്കാക്കാം. എന്നിട്ട് ഇത് റൂഫിലേക്കാക്കാം. റൂഫ് എന്നുള്ള ഇതിലാക്കാം. ഇപ്പൊ റൂഫിലാണ് ഇനിയിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ റൂഫാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം. അതിനും ലൈൻ കമാൻഡ് എടുക്കാം, ഇങ്ങനെ എടുക്കാം. ഇവിടെ നമുക്ക് ചെയ്യുമെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഇതാ നോക്കാം, ഈ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ നമുക്ക് 45 ഡിഗ്രി ഇങ്ങനെ വരുമ്പോൾ കാണാൻ പറ്റും. പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്താൽ മാത്രം പോരാ, ഇതിലെ ഈ 45, 90, 135, 150 ഇത് ടിക്ക് ചെയ്യുക. അപ്പൊ 45-ലെ 90-ന്റെയൊക്കെ ഇങ്ങനെ ട്രാക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്കിവിടെ 45 എന്ന് കാണുമ്പോൾ, ഇങ്ങനെ വരുമ്പോൾ 45 എന്ന് കാണുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ലൈൻ വന്നു കഴിഞ്ഞു. എസ്കേപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമുക്ക് 45 ഡിഗ്രി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ലൈൻ എടുത്തിട്ട് 45 ടാബ് അമർത്തി 45 എന്ന് അടിക്കാൻ മതിയാവും, 45 ഡിഗ്രിക്ക് വേണ്ടി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ 2 ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇത് ഫില്ലറ്റ് ചെയ്യുക. ആ ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. ഫില്ലറ്റിന് F ആണ് ഷോർട്ട്കട്ട്. F എൻ്റർ. ഈ 2 ലൈൻ എടുക്കുക. ഇനി നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഡിയസ് വരില്ല, കാരണം റേഡിയസ് നമ്മൾ ഒഴിവാക്കി. ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ അത് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്പ് ലൈൻ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ ഹിപ്പ് ലൈൻ വേണം. അതിന് നമ്മൾ ഇവിടെ ഈ ഹിപ്പ് ലൈൻ മിറർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ മിറർ കമാൻഡ് എടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ MI എന്ന് അടിക്കുക, അല്ലെങ്കിൽ ഇതാണ് മിറർ കമാൻഡ്. അല്ലെങ്കിൽ MI എന്ന് അടിച്ചാൽ മതിയാവും. ഷോർട്ട്കട്ട് MI ആണ്. MI എൻ്റർ. ഇത് 2 സെലക്ട് ചെയ്യുക. ഈ ഹിപ്പ് ലൈൻസ് 2 സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. പിന്നെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദി മിറർ ലൈൻ എന്ന് പറയാനായിട്ട് ഈ ലൈനിന്റെ മിഡിൽ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ ഈ ലൈനിന്റെ ഈ മിഡിൽ പോയിന്റ് ഇവിടെയും ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇപ്പുറത്തുള്ള ഹിപ്പ് ലൈൻസും 2 എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ റിഡ്ജ് ലൈനാണ് വേണ്ടത്. റിഡ്ജ് ലൈൻ, അതായത് വരമ്പ് എന്ന് പറയും. വരമ്പ് എന്ന് പറയുന്ന ഈ ലൈനാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ വെറുതെ ഈ ലൈൻ എടുത്തു കഴിഞ്ഞിട്ട് ഈ എൻ പോയിന്റിൽ നിന്ന് ഈ എൻ പോയിന്റിലേക്ക് യോജിപ്പിച്ചാൽ മതിയാവും. എസ്കേപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ അതും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഇത് ലെയർ എല്ലാം കൃത്യമായി ക്രിയേറ്റ് ചെയ്യുന്നു. അതെല്ലാം അതിന് ഓരോ ഓബ്ജക്റ്റും ആ ലെയറിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ റൂഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് പാർട്ട് 4. ഇനി പാർട്ട് 5ലേക്ക് നമുക്ക് വേറെ വേർഡ്, ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ടെക്സ്റ്റും അതുപോലെ തന്നെ ഹാച്ച് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ദയവായി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.